ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഭംഗി പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാസദേവി ടെമ്പിളിൽ പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഹിൽ സ്റ്റേഷനാണ്, ഇത്രയും ഭംഗിയുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് ഉത്തരാഖണ്ഡ് ആൾമോറയ്ക്കടുത്തുള്ള ഈ ഒരു സ്ഥലം എന്ന് ഞാൻ അറിഞ്ഞില്ല. ഹൽദ്വാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹൈ റേഞ്ചിലേക്കുള്ള ഒരു വഴിയാട്ടോ. കയറ്റവും ഇറക്കവും ഇല്ല, കയറ്റം തന്നെ കേട്ടോ കൂടുതൽ. ഹിൽ സ്റ്റേഷനിലേക്കുള്ള വഴി, അവിടെ നിറയെ ഇതുപോലുള്ള റിസോർട്ടുകളും കേട്ടോ. വേറെ എങ്ങും പോകണ്ട, ഈ റിസോർട്ടുകളിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മാത്രം മതി കേട്ടോ. അവിടുത്തെ ഭംഗി ആസ്വദിച്ചിരുന്നാൽ മതി. അത്രയ്ക്ക് രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഞങ്ങളും ഈ പാൽമോറയിലെ ഒരു റിസോർട്ടിലാണുള്ളത്. അവിടെ നിന്ന് നേരെ കാസാദേവി ടെമ്പിളിലേക്ക് പോവാം കേട്ടോ. ഇവിടെ കാണാനാണെങ്കിൽ വേറെയും ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പക്ഷെ എങ്ങും പോകാനായിട്ട് തോന്നിയില്ല. കാസാദേവി ടെമ്പിളിൽ വരണമെന്ന് മനസ്സിൽ നേരത്തെ പ്ലാൻ ഉള്ളത് കൊണ്ട് അവിടെ മാത്രമായിട്ട് വന്നു കേട്ടോ. വേറെ പോകാനായിട്ട് തൊട്ടടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും പോകുന്നില്ല. കാരണം റൂമിലിരുന്ന് അവിടുത്തെ ഭംഗി ആസ്വദിക്കാനാണ് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഭംഗിയും കേട്ടോ. അത്രയ്ക്ക് രസമുള്ള സ്ഥലമാണ് ഇവിടെ. അവിടെ ഞങ്ങളുടെ റൂം മാത്രമല്ല കേട്ടോ, ഇവിടെ വരുന്ന വഴിക്ക് നിറയെ റിസോർട്ടുകളാണ്. അവിടെ എവിടെ നിന്ന് നോക്കിയാലും അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഇനി കാസാദേവി ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ടെമ്പിളാട്ടോ. നാസയെ പോലും ഞെട്ടിച്ച ഒരു അമ്പലം എന്നാണ് പറയുന്നത്. ഇവിടെ ഗ്രാവിറ്റിവിറ്റി കൂടുതലാണ്, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നതല്ല കേട്ടോ. അതിൽ കുറച്ചൊക്കെ സത്യമുള്ളതായിട്ട് എനിക്കും തോന്നി. ഇവിടെ വന്ന് നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. അത് എന്ത് ഗ്രാവിറ്റിവിറ്റി ആണോ മാഗ്നറ്റിക് പവർ ആണോ എന്താണെന്ന് എനിക്ക് പറയാനറിയത്തില്ല. ഇവിടെ നിന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ, ഫീല്, സുഖം, ഫ്രഷ് എയർ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് ലോകം ഫുള്ള് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആകും കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഉത്തരാഖണ്ഡിൻ്റെ ശരിക്കുള്ള ഭംഗി ഇവിടെ വന്നാൽ കാണാം. ഇവിടെ വന്നാലേ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ തോന്നത്തില്ല കേട്ടോ. നിറയെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു, എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പോയല്ലേ പറ്റൂ, എത്രയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, എത്ര വേണമെങ്കിലും ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പോയിട്ടും വേറെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം അമ്പലത്തിനോട് ടാറ്റ ബൈ വരയ്ക്കും പോയോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അമ്പലം. നമ്മൾ വന്ന സമയം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 11:30-12 മണി സമയത്താണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്ക്, ക്യൂ നിന്ന് ആൾക്കാർ തൊഴുത് വരുന്നുണ്ട് കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു ദർശനമൊക്കെ കിട്ടി. സ്വാമിമാർ കുറിയെല്ലാം ഇട്ട് തന്നു കേട്ടോ. നല്ല രസമുള്ള സ്റ്റൈലായിട്ട് ചന്ദനമെല്ലാം തൊട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്കുള്ള വരക്കൊന്നും ഉണ്ടാവില്ല. എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് മേ ബി നമ്മൾ ചിലപ്പോൾ വന്നാലും കേട്ടോ. ആ ഇഷ്ടം കൊണ്ടാണേ. ദർശനമെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും വിശപ്പ് അടിച്ചു കേട്ടോ. ഇവിടെ വേറെ വലിയ റെസ്റ്റോറൻ്റൊക്കെ കുറച്ച് താഴോട്ട് സിറ്റിയിലേക്ക് പോയാലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ആശ്വാസത്തിന് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഓരോ മാഗിയും ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി.